തീർച്ചയായും ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അർച്ചന, ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയ രാസപരിശോധനയ്ക്ക് കൊണ്ടുപോയ ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ആ രാസപരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോവുകയാണ്. നഖം, മുടി, സ്രവങ്ങൾ, രക്തം എന്നിവയൊക്കെ എടുത്ത് പരിശോധിക്കും. ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിവാകും, ബോധ്യമാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ആ ശിക്ഷ ഉറപ്പാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പഴുതുകൾ അടയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ചടുലമായ നീക്കം, രാസപരിശോധന ഇതാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. പരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ അകത്തേക്ക് കയറ്റി. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അമൽനാഥ് നമ്മുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. അമൽനാഥ് പാടിച്ചാൽ അതാണ്ട് പരിശോധനയ്ക്കായി, രാസപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്കുള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു ഷൈൻ ടോം ചാക്കോയെ. അല്പസമയം മുമ്പാണ് ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്കായി ഇത്തരത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ, അതായത് മുന്നേ തന്നെ മണിക്കൂറുകളെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യഘട്ടം സൂചിപ്പിച്ചിരുന്നത്. സാധാരണഗതിയിൽ, അതായത് മൊഴിയെടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സുരക്ഷിതമാണോ എന്നത് ായിരുന്നു ആദ്യഘട്ടത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീടായിരുന്നു ഇത്തരത്തിൽ കേസെടുക്കുകയും ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വാഭാവികമായുള്ള നടപടി എന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന അല്പസമയത്തിനകം നടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ വലിയ സുരക്ഷയോടുകൂടി തന്നെ, സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ആശുപത്രി മുന്നിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഷൈൻ ടോം ചാക്കോയെ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് ഇവിടെ പോലീസ് തീർച്ചയായും വലിയ പോലീസ് ബന്ദോബസ്താണ് അവിടെ ഒരുക്കിയത്. കാരണം അവിടെ വല്ലാതെ ജനങ്ങൾ കൂടി നിന്നിരുന്നു. ഇതിനിടയിലൂടെ പാടുപെട്ടാണ് പോലീസിന് ആശുപത്രിയിലേക്ക് രാസപരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ കയറ്റേണ്ടി വന്നത്. അതൊക്കെ തത്സമയ ദൃശ്യങ്ങളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമൽനാഥ് പാടിച്ചാൽ എന്തായിരുന്നാലും പരിശോധനയ്ക്കായി ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ രക്തവും മറ്റ് സാമ്പിളുകളും ശേഖരിച്ച ശേഷം ഷൈൻ ടോം ചാക്കോയെ പിന്നീട് മറ്റ് നിയമ നടപടികളും അതിൻ്റെ പ്രക്രിയകളുമായി ബന്ധപ്പെട്ട് നീങ്ങും പോലീസ്, അല്ലേ അമൽനാഥ് പാടിച്ചാൽ? അജിംഷാദ്, തീർച്ചയായും ഒരു വൈദ്യപരിശോധനയ്ക്ക് ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. വീണ്ടും ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി തന്നെയായിരുന്നു ഇദ്ദേഹത്തെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാന കാരണം ഇവിടെ വലിയ ഒരു തിരക്ക് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുമെന്ന് വിവരം അറിഞ്ഞതോടുകൂടി തന്നെ വലിയൊരു തിരക്ക് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഏകദേശം ഒരു ബസ്സോളം പോലീസ് ഇവിടെ എത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയുമായിരുന്നു. പിന്നീടായിരുന്നു അല്പസമയം മുമ്പ് അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ, എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നതിന് ശേഷം ഇവിടെ വൈദ്യപരിശോധന നടത്തി. അതായത് അദ്ദേഹം ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി രക്തം, ഒപ്പം തന്നെ മറ്റ് നഖത്തിന്റെ ആ ഭാഗങ്ങൾ, നഖത്തിന്റെ സാമ്പിളുകൾ, ഒപ്പം തന്നെ മുടി സാമ്പിളുകൾ, അത്രയും കാര്യങ്ങളാവും പരിശോധിക്കുക. അതിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുക. അത്തരം പരിശോധനകൾ ഒക്കെ തന്നെയാണ് ഇവിടെ നടക്കുക. അതിൽ നിന്നുമാണ് നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ മൊഴിയിൽ ചില വ്യത്യാസങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുക മാത്രമല്ല, ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ അടക്കം നടത്തിയിട്ടുണ്ടെന്ന വിവരങ്ങൾ അടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ രക്തം, ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുടിയുടെ സാമ്പിളുകൾ, ഒപ്പം തന്നെ നഖത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിച്ചതിന് ശേഷമാവും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുക. അതിനുവേണ്ടിയാണ് ഇദ്ദേഹത്തെ ഈ വൈദ്യപരിശോധനയ്ക്കായി നിലവിൽ ഈ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അജിംഷ.